നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്ന് ഒരു വിദേശ പൗരനെ നമ്മുടെ കേരള പോലീസ് പിടികൂടുകയുണ്ടായി. വൻ ലഹരിക്കടത്ത് മാഫിയയും ക്രിപ്റ്റോ കറൻസിയിലൂടെ 100 ലക്ഷം കോടിയിലധികം രൂപ സമ്പാദിച്ച ആളും ആണ്. അമേരിക്കയിൽ വേണ്ടപ്പെട്ട ആളാണ്. അവർ വർഷങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഇന്റർപോളിന്റെ അന്വേഷണത്തിൽ ഉള്ള ആളാണ്. ലിത്വാനിയൻ പൗരനായ അലക്സ്. അദ്ദേഹം ഇങ്ങനെ കേരളത്തിലേക്ക് വന്നു. വർഷങ്ങളായി കേരളത്തിൽ ഒരു ഹോം സ്റ്റേ എടുത്ത് താമസമായിരുന്നു. വർക്കലയിൽ ഉള്ള ഒരു ഹോം സ്റ്റേയിലാണ് താമസിച്ചിരുന്നത്. വർക്കലയിലുള്ള ഹോം സ്റ്റേകളിൽ പലതിലും ആരാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത കണ്ടീഷനിലാണ്. അവിടെ ഹോം സ്റ്റേകൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് വർക്കല, കേരളത്തിൽ. അവിടുത്തെ ബീച്ചുകളുടെ പ്രത്യേകതയാണത്. ബീച്ചുകൾ വളരെ സൗന്ദര്യമുള്ള ബീച്ചുകളും അതുപോലെ അവിടുത്തെ ഹോം സ്റ്റേകളും വിദേശികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഹോം സ്റ്റേ ഈ പറയപ്പെടുന്ന വിദേശ പൗരൻ വാടകയ്ക്ക് എടുത്തിട്ട് വർഷങ്ങളായി. ഒരു വർഷം 5 ലക്ഷം രൂപയാണ് ഈ ഹോം സ്റ്റേക്ക് വാടകയായി കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു വർഷം 5 ലക്ഷം രൂപ എടുത്ത് വാടകയ്ക്ക് എടുത്തിരുന്നെങ്കിൽ ഇനി തുടർന്നുള്ള വർഷങ്ങളിലേക്കും അദ്ദേഹത്തിന് തന്നെ, അയാൾക്ക് തന്നെ വേണമെന്ന് ഉള്ള കരാറായിരുന്നു എഴുതിയിരുന്നത്. വല്ലപ്പോഴും ഒരു 6 മാസം വന്ന് അവിടെ താമസിക്കും, അത് കഴിഞ്ഞ് വിട്ടുപോകും. ഇത്തവണ വന്നപ്പോൾ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് അയാളുടെ ഭാര്യയെയും മക്കളെയും തിരികെ പറഞ്ഞു വിട്ടത്. തിരികെ അയാളുടെ ഭാര്യയും മക്കളും റഷ്യയിലേക്കാണ് പോയത്. പോയി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ഇയാൾ പോകാൻ പെട്ടിയും ബാഗും ഒക്കെ പാക്ക് ചെയ്ത് ഷോൾഡർ ബാഗൊക്കെ തോളിൽ തൂക്കി അങ്ങോട്ട് നിന്ന് ഹോം സ്റ്റേയുടെ ഡോർ അങ്ങോട്ട് ലോക്ക് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ കേരള പോലീസിൽ ഒരാൾ അവിടെ ചെന്നു. ഇൻഫർമേഷൻ ആയിരിക്കാം. അവിടെ ചെന്നു. ആ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ അയാൾ 500-ന്റെ ഒരു കെട്ട് നോട്ടെടുത്ത് അങ്ങോട്ട് നീട്ടി, പിടിച്ചോ, എന്നെ വിട്ടേക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നോട്ട് കണ്ട് പേടിച്ചില്ല നമ്മുടെ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥൻ. അയാളുടെ ആ കൺവെൻസിൽ വഴങ്ങിയില്ല. അയാൾ 500 രൂപ നോട്ട് കണ്ട് പേടിച്ചില്ല. അയാളുടെ പോലീസ് ഉദ്യോഗസ്ഥൻ SIയെയും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ ആണ്. അത് പല കമ്പനികളിൽ നിന്നായി പലപ്പോഴായി പല ലക്ഷം കോടികൾ അയാൾ ക്രിപ്റ്റോ കറൻസിയിലൂടെയും സ്വന്തമാക്കി. ഇയാളുടെയും ഇയാളുടെ ഒരു പാർട്ട്ണറിന്റെ പേരിലും 100 ലക്ഷം കോടിയിലധികം രൂപയാണ് നാട്ടുകാരിൽ നിന്ന് തട്ടിപ്പ് നടത്തിയത്. നാട്ടുകാരും പല കമ്പനികളിൽ നിന്നുമായി തട്ടിപ്പ് നടത്തി പല കോടികൾ, പല ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവ ഓപ്പണാക്കി. അങ്ങനെ കേരളത്തിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പണാക്കിയിരുന്നു. കേരളത്തിലെ ഹോം സ്റ്റേയിൽ സ്വന്തമായി മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നു. സ്വന്തമായി തന്നെ കേരളത്തിലെ കടകളിൽ പോയി മറ്റുള്ള പലചരക്ക് സാധനങ്ങളും മറ്റുള്ള ആഹാരത്തിനുള്ള സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വന്ന് സ്വയം പാകം ചെയ്ത് കഴിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ധാരാളം ഹോം സ്റ്റേകളാണ് വർക്കലയിലുള്ളത്. ഈ അന്താരാഷ്ട്ര ക്രിമിനൽ പോലുള്ള ഒരു വ്യക്തി താമസിക്കുന്ന ഒരു ഹോം സ്റ്റേ വർക്കലയിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ ഹോം സ്റ്റേകളും അന്വേഷിക്കപ്പെടേണ്ടതാണ്, അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അവിടെ ആരാണ് താമസിക്കുന്നത്, എങ്ങനെയാണ് താമസിക്കുന്നത്, എത്ര വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു രേഖ കൃത്യമായും പോലീസ് തയ്യാറാക്കേണ്ടതാണ്. അത് വർക്കലയിലെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഹോം സ്റ്റേകളിലും ഇതുപോലുള്ള പല പ്രവർത്തികളും നടന്നു വരുന്നുണ്ട്. പല അജ്ഞാതരും ഒളിവിൽ താമസിക്കുന്നുണ്ട്. ഇതൊന്നും കേരള പോലീസിന് അറിവ് കിട്ടുന്നില്ല. ആരാണ് താമസിക്കുന്നതെന്ന് പോലും ഹോം സ്റ്റേയിലുള്ളവർക്ക് അറിയില്ല, അവരുടെ ഉടമസ്ഥർക്ക് അറിയില്ല. വാടകയ്ക്ക് കൊടുക്കുന്നു, പണം കിട്ടുന്നു, അത് തന്നെ. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പണം മതിയല്ലോ, അതാണ്.
അപ്പോൾ ഈ ഹോം സ്റ്റേകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ വരുമാന മാർഗം കൂടിയാണ്. അതായത് നമ്മുടെ കേരള ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഹോം സ്റ്റേ. ആ ഹോം സ്റ്റേയുടെ മറവിലാണ് ഇന്ന് പല ഇതുപോലുള്ള പല രീതിയിലുള്ള അഴിമതികളും നടന്നു വരുന്നത്. ഇപ്പോൾ തന്നെ കേരള പോലീസിന്റെ ഒരു പൊൻതൂവലാണ് ഈ അന്താരാഷ്ട്ര കുറ്റവാളിയായ അലക്സ് എന്ന ലിത്വാനിയൻ പൗരനെ പിടികൂടിയത്. അമേരിക്കൻ പോലീസ് വർഷങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ക്രിപ്റ്റോ കറൻസിയിലെ രാജാവാണ്. ജനങ്ങളിൽ നിന്ന് ക്രിപ്റ്റോ കറൻസി പല ആപ്പുകൾ വഴിയും പല നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളവർക്ക് പലർക്കും ഇതുപോലുള്ള പണം നഷ്ടപ്പെടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമും അതുപോലെ ടെലിഗ്രാമും ഉപയോഗിച്ചൊക്കെയാണ് ഇതുപോലുള്ള ഈ പണമിരട്ടിപ്പിക്കൽ പദ്ധതി. ക്രിപ്റ്റോ കറൻസി അതിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 1000 രൂപ നിക്ഷേപിച്ചാൽ 3000 രൂപ ഒരു മണിക്കൂറിനകം തിരികെ ലഭിക്കുമെന്നുള്ള പരസ്യമാണ്. ഇതിൽ വീണ് പലരും അതിൽ പണം നിക്ഷേപിക്കുന്നു. 10,000 രൂപ ഇട്ടാൽ 30,000 രൂപ ഒരു മണിക്കൂറിനുള്ളിൽ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. ഒരു പ്രാവശ്യം അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പണം നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി 30,000 രൂപ വീണിട്ടുണ്ട്. അത് പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രാഥമിക ചെലവായി കുറച്ച് പണം കൂടി ഇടേണ്ടി വരും എന്നവരെ അറിയിക്കുന്നു. അതിന്റെ ചെലവിനായി കുറച്ച് ഒരു 30,000 രൂപ കൂടെ ഇടുന്നു. വീണ്ടും അങ്ങനെ ഇട്ട് ലക്ഷങ്ങളിൽ ചെന്നെത്തുന്നു. ഇത് ബാങ്ക് അക്കൗണ്ടിൽ കാണപ്പെടുന്നു. പക്ഷെ നമുക്ക് പിൻവലിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ പിൻവലിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണ്ടും പണം മലയാളികൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. അവസാനം കളിപ്പ് പറ്റി എന്ന് മനസ്സിലാവുമ്പോൾ പോലീസിൽ റിപ്പോർട്ട് കൊടുക്കും. വേലിയിൽ ഇരുന്ന് എടുത്ത് വെച്ച് കടിച്ചു എന്ന് തോന്നുമ്പോൾ മാത്രം പോലീസിനെ വിവരം അറിയിക്കും. അങ്ങനെയുള്ള മലയാളികളാണ് നമ്മുടെ മലയാളികൾ. അത് പുറത്തു പറയാൻ പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. പലരുടെയും അഭിമാനത്തെ ബാധിക്കുന്നതാണ്. അങ്ങനെ പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ തിരികെ പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള എതിരായ പല ഫോൺ നമ്പറുകളും അതിൻ്റെ ഈ തട്ടിപ്പിന് ഇരയായാൽ അറിയിക്കാനുള്ള പല ഫോൺ നമ്പറുകളും നമ്മുടെ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊക്കെ ചിലതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ചിലത് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയാണ്. എന്തായാലും നല്ല ഈ അന്താരാഷ്ട്ര കുറ്റവാളിയെ കേരള പോലീസ് പിടിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനമാണ് കേരള പോലീസിന്. എന്നാൽ ഇയാൾക്കെതിരെ കേരളത്തിൽ നിലവിൽ കേസില്ല. അതുകൊണ്ട് കേരളത്തിലെ പോലീസിന് അയാളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അയാളുടെ ലാപ്ടോപ്പിന്റെ പാസ്വേഡോ ഐഫോണിന്റെ പാസ്വേഡോ ഒന്നും ഇതുവരെ കേരളത്തിലെ പോലീസിന് കൈമാറിയിട്ടില്ല. ഇന്ന് ഡൽഹി കോടതിയിൽ ഹാജരാക്കി. ഡൽഹി കോടതി ഇന്ന് ഹോളിയുടെ അവധിയായിരുന്നു. എന്നാലും അവിടെ ജഡ്ജിന്റെ മുമ്പിൽ ഈ കുറ്റവാളിയെ ഹാജരാക്കി. കേരള പോലീസിന് ഒരു അഭിമാനമാണ്. ഈ കുറ്റവാളിയെ പിടികൂടിയതിനെ പറ്റി നമ്മുടെ കേരള പോലീസിലെ മേധാവി നമ്മളോട് സംസാരിക്കുന്നു. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജാണ്. ഇദ്ദേഹം ടൂറിസം വിങ്ങിലുള്ള CPO ആണ്. അപ്പോൾ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിംഗ് ചെയ്തിട്ട് ഇത് വീടാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും പുള്ളി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു. പുള്ളി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബിക്കോസ് അന്ന് വൈകിട്ടായിരുന്നു പുള്ളിയുടെ റിട്ടേൺ. അപ്പോൾ പുള്ളി ചോദിച്ചു, പോലീസിനെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി. അപ്പോൾ പുള്ളി കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു. നമ്മുടെ ജോജിൻ രാജിനടുത്ത് ഓഫർ ചെയ്തു. അപ്പോൾ ഒരു കട്ട് പൈസ ഉണ്ടായിരുന്നു, 500 രൂപയുടെ ഒരു കട്ട്. പിന്നെ പുള്ളി പറഞ്ഞു 1 സെക്കൻഡ് ഞാനിപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറെയും ടീമിയും ഉടനെ വിളിച്ചു. ഇവരെല്ലാവരും വന്നു. ഉടനെ തന്നെ ഈ അലക്സേജിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. സബ് ജയിൽ ട്രിവാൻഡ്രത്തിൽ റിമാൻഡിലായിരുന്നു. സോ ഇത് ബേസിക്കലി ഈ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ US ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് വെർജീനിയയിൽ ഒരു ക്രൈം കേസ് ഉണ്ട്. 125 CR 39 ആണ്. അപ്പോൾ പുള്ളിക്കെതിരെയുള്ള ചാർജസ് എന്താണെന്ന് നോക്കിയാൽ മണി ലോണ്ടറിങ്, കോൺസ്പിറസി ടു ഓപ്പറേറ്റ് അൺലൈസൻസ്ഡ് ബിസിനസ്. സോ ഈ പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അതിൻ്റെ പേര് ഗ്യാരൻടെക്സ് എന്നാണ്.
അപ്പോൾ ഈ ഗ്യാരൻടെക്സിനകത്ത് നമുക്ക് US നോക്കിയാൽ ഈ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് വഴി ഇല്ലീഗൽ ബിസിനസ്സിൽ ഉള്ള സമ്പത്തിനെ ഈ ബിറ്റ്കോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ്, ഇറ്റ്സ് ബാൻഡ്. സോ അപ്പോൾ ആ ഒരു ഈ ഗ്യാരൻടെക്സ് എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസം വെയർ അറ്റാക്സ് ചെയ്യും, അതിൽ നിന്ന് വരുന്ന വരുമാനം, നാർക്കോട്ടിക് ഡീൽസിൽ നിന്ന് വരുന്ന വരുമാനം, ഈവൻ OSIM ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം, ഈ വരുമാനമൊക്കെ ഹാക്കൊക്കെ കുറേ വലിയ കോർപ്പറേറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്, യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ. അപ്പോൾ ഇതുവരെ ഈ ഗ്യാരൻടെക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് 1,263 crores വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഈ ഗ്യാരൻടെക്സ് ക്രിപ്റ്റോ കറൻസിനകത്തുള്ളത്. ആൻഡ് ഓൾമോസ്റ്റ് 146 million US dollars ആണ്. അപ്പോൾ ഇത് 2020 നിന്ന് ഇപ്പോൾ ഇതുവരെ കണ്ടിന്യൂസ്ലി ഈ തട്ടിപ്പ് നടത്തിയായിരുന്നു. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് 2024 വരെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഈ പുള്ളി ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ സച്ച് എ ഹൈ പ്രൊഫൈൽ ക്രിമിനൽ, all I have to say is that our police officers did an amazing job, and I would like to congratulate each one of them. In fact, DG സാറും ADG LNO സാറും IG സാറും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു നല്ലൊരു ക്യാച്ച് CBI നമുക്ക് ഇൻഫർമേഷൻ കൊടുത്തത് ലഭിച്ചത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. ബട്ട് ആസ് എ ടീം ദറ്റ് വി വർ ഏബിൾ ടു ഡു ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. സോ സ്ഥിരമായി വർക്കല വരാറുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ പുള്ളി 1-2 മാസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ഇപ്പോഴും February 11th ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അന്നായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടി പുള്ളി തയ്യാറെടുത്തത്. യെസ് സി ഫോം എല്ലാം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വാറണ്ട് ഉണ്ടായിരുന്നില്ല. വാറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ തന്നെ കിട്ടുമായിരുന്നു. സോ ഇത് യുഎസും ഇന്ത്യയും എക്സ്ട്രഡിഷൻ ട്രീറ്റി ഉണ്ട്. അപ്പോൾ യുഎസിൻ്റെ വാറണ്ട് നമുക്ക് CBIയിൽ ICPU എന്നൊരു യൂണിറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ കോപ്പറേഷൻ പോലീസ് യൂണിറ്റ്. അപ്പോൾ ആ CBI യൂണിറ്റിലേക്ക് ഈ വാറണ്ട് വന്നിട്ട് അതുവഴി നമുക്ക് കോടതിയിൽ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സി ഫോം ചെയ്തിട്ടുണ്ട്, ആള് സി ഫോം ചെയ്തിട്ടുണ്ട്, കണ്ടെത്താൻ കഴിയും. സപ്പോസ് അങ്ങനെ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ, അങ്ങനെ മാറി താമസിക്കുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന്, ബിക്കോസ് ലക്ഷക്കണക്കിൽ ടൂറിസ്റ്റ് വരാറുണ്ട്. സോ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. ഇയാളും സി ഫോം ഫിൽ ചെയ്തിട്ടുണ്ട്. അല്ല, വാർഡ് ഞാൻ പറയുന്നത് ഈ പർട്ടിക്കുലർ അഡ്രസ്സ്, ആ അഡ്രസ്സ് പഴയ നമ്പർ, ആ കറക്റ്റ് അഡ്രസ്സിന്റെ പഴയ നമ്പറാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതിന്റെ റിവിഷൻ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അഡ്രസ്സ് മാറിയിട്ടില്ല. അഡ്രസ്സിന്റെ ഷഫ്ലിംഗ് വർഷത്തോളം ചെയ്തതിൽ അങ്ങനെ മാറിയിട്ടുണ്ട്. പുള്ളിക്ക് സപ്പോർട്ടായിട്ടാണോ? ആക്ച്വലി ഇവര് വരുന്നത് എന്താ പറഞ്ഞാൽ, ഇവർ ഫാമിലി ആയിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ദിവസം മുമ്പാണ് വൈഫും 2 പെൺകുട്ടികളും അവർ തിരിച്ചു പോയത്. അപ്പൊ ഇവർ വരുമ്പോൾ ഒറ്റയ്ക്കാണ് താമസം. അവർ വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാറില്ല. ഇവർക്ക് 2 വീലേഴ്സ് ഉണ്ട്. ആവശ്യമുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കും. കേരള പോലീസിന്റെ മേധാവി അജിത ബീഗമാണ് സംസാരിച്ചത്. അവർക്ക് എന്തായാലും ഒരു പൊന്തുപോലെ ഉറപ്പായി. ഇതുപോലുള്ള നമ്മുടെ കേരള പോലീസിന് ഇനിയും അവസരങ്ങൾ ലഭിക്കട്ടെ. ഇതുപോലുള്ള പല കുറ്റവാളികളെയും നമ്മുടെ പോലീസിന് ലഭിക്കട്ടെ. കേരളത്തിലെ ലഹരി കടത്ത് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇതുപോലുള്ള പല വിഷയങ്ങളിലും നമ്മുടെ കേരള പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനിയും കണ്ടുപിടിക്കും. ഈ അടുത്ത കാലത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി കടത്ത് വിഷയങ്ങളിൽ പല വിഷയങ്ങളും പോലീസ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഹോസ്റ്റലിലുള്ള ലഹരി ശേഖരം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെല്ലാം പിന്നിൽ പോലീസ് തന്നെയാണ്. അവരുടെ ആ അർപ്പണ മനോഭാവത്തെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. നമുക്കും പറ്റുമെങ്കിൽ അവരുടെ കൂടെ നിന്ന് പല ഇൻഫർമേഷനുകളും അവർക്ക് കൈമാറാൻ സാധിക്കും. പക്ഷേ ഇൻഫർമേഷൻ കൈമാറുന്നവർ സൂക്ഷിച്ചു വേണം. അവർക്ക് വീട് കയറി ആദ്യം വന്നു. കഴിഞ്ഞ ദിവസം ഈ നെടുമങ്ങാട് ഒരു സംഭവമുണ്ടായി. ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കുറച്ചു പേർ ഈ ലഹരി ഉണ്ടാകാനുള്ള അസംസ്കൃത മരുന്നുകൾ ചോദിച്ചു. അവിടുന്ന് കൊടുക്കാത്തതിനെ തുടർന്ന് ആ മെഡിക്കൽ സ്റ്റോർ അടിച്ചു പൊളിക്കുകയും ആ മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമയെ തല്ലുകയും ഒക്കെ ഉണ്ടായി. ഇങ്ങനെയുള്ള പല സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. നമുക്ക് ഇൻഫർമേഷൻ ആരെക്കുറിച്ചും കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ
വീട്ടിൽ കയറി അടിക്കും അവർ. ഇതിനൊക്കെ ഒരു തടയിടാൻ ഈ കേരള പോലീസിന് കഴിയണം. എങ്കിൽ മാത്രമേ ഈ അവരുടെ അന്വേഷണത്തിന്റെ ഈ ഉദ്യമം ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ അവർക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഇൻഫർമേഷൻ ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില കേസുകൾ മാത്രം അവരുടെ റോഡ് സൈഡിലെ പരിശോധനയിൽ അവർക്ക് കിട്ടും എന്നുള്ളതല്ലാതെ മറ്റുള്ളതൊന്നും അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല ഇൻഫർമേഷൻ ഇല്ലാതെ. എന്തായാലും ഈ കേരളത്തിൽ നിന്ന് വർക്കലയിൽ നിന്ന് പിടിച്ച ഈ ലിത്വാനിയൻ പൗരനെ ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് ഇനിയുള്ള കാര്യങ്ങൾ ഇനി ഇന്റർപോളിന് കൈമാറുകയോ അന്താരാഷ്ട്ര പോലീസിന്റെ കൈവശം ഈ പ്രതിയെ കൈമാറുകയോ ചെയ്യും. അതിനുശേഷം ഇനി അവിടെ കൊണ്ടുപോയായിരിക്കും ഇനി ചോദ്യം ചെയ്യൽ. എന്തായാലും കേരളത്തിലെ പോലീസിനെ ചോദ്യം ചെയ്യാനുള്ള വകുപ്പ് എന്തായാലും ഇല്ല. അങ്ങനെ കോടികൾ തട്ടിക്കുന്ന തട്ടിപ്പുകാർ നമ്മുടെ കേരളത്തിൽ യാതൊരു ഭയവുമില്ലാതെ ഹോം സ്റ്റേ എടുത്ത് താമസിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഇതാ നമ്മുടെ തൊട്ടടുത്താണ്, നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല. എന്തായാലും വർക്കലയിലെ പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് അവർ പോയി പിടിച്ചതിൽ അവർക്കൊരു പെൺതൂവൽ ഉണ്ട്. അവരെ നമുക്ക് അഭിനന്ദിക്കാം.